ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നവരാത്രി സ്പെഷ്യലായിട്ട് നല്ല സ്വീറ്റായിട്ടുള്ള ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ നമുക്ക് താലിയിലൊക്കെ കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. കറി അതായത് നവരത്തൻ കുറുമ എന്നൊക്കെ പറയില്ലേ, നോർത്ത് ഇന്ത്യ സ്റ്റൈലിലാണ്. ചപ്പാത്തിയുടെ കൂടെ പുലാവിൻ്റെ കൂടെയൊക്കെ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ കുറച്ച് പനീര്, പീസ്, ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതുപോലെ തന്നെ സ്വീറ്റ്നെസ്സിനായിട്ട് കുറച്ച് കാഷ്യൂ പേസ്റ്റ് നമ്മൾ ചേർക്കും. അതുകൂടാതെ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്തിട്ടിട്ട് നെയ്യിൽ. ഇത് വളരെയധികം ടേസ്റ്റിയാണ്. കുറച്ച് സ്വീറ്റായിട്ടുള്ള ഡിഷാണ്. കുറച്ച് ഷുഗറും ഉപ്പൊക്കെ ചേർത്തിട്ട് അതുപോലെ തന്നെ താലിയിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വിഭവമാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം നമ്മളിതിൽ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ നോർത്ത് ഇന്ത്യ റെസിപ്പിയൊക്കെ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തയക്കാം. അപ്പോൾ നമ്മൾ നോർത്തിലൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ കറികളാണ് കേട്ടോ. ഈ നവരാത്രി സമയത്തൊക്കെ നല്ല സ്വീറ്റായിട്ടുള്ള ഡിഷാണ് കാണുക. പിന്നെ ഇതിൽ മല്ലിയില ചേർക്കാറില്ല. അതിന് പകരം ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കും. അടിപൊളി ഫ്ലേവറാണ്. ഇതിൽ കളർ ശരിക്കും കാണുന്നില്ല. നല്ലൊരു ക്രീമി ഗ്രേവിയാണ് കേട്ടോ ഇതിൻ്റെ. അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റായിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ കാശ്മീരി പുലാവിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് സവോള, തക്കാളി, അതുപോലെ തന്നെ കുറച്ച് ബേ ലീഫ്, കാഷ്യൂ, പൊടികൾ, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കാറുള്ളൂ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. അത് മാത്രമാണ് അതിൻ്റെ ഗ്രേവിക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ പേസ്റ്റിലാണ് ഈ ഗ്രേവി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.